പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെട്ടിട്ട് നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു അതിമഹത്തായ വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു ലോകത്തിന്റെ പാപം എന്താണ്, ലോകത്തിന്റെ പാപം എന്നുള്ളത്. ഹല്ലേലൂയ. ലോകത്തിന്റെ പാപം എന്ന് പറയുമ്പോൾ നാം അതിനെക്കുറിച്ച് വിവിധ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, നാം ജനിക്കുമ്പോഴുള്ള പാപവും, അതായത് നാം ജനിക്കുമ്പോഴുള്ള പാപവും തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ വളർച്ചയ്ക്കും അനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുശ്ചിന്ത, മോഷണം, പരസംഗം, വഞ്ചന, ദുഷ്ടത, ദൂഷണ, അഹങ്കാരം, ഭോഷത്തെ എന്നിങ്ങനെ നമ്മുടെ മനസ്സിലുള്ള പാപവും നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഓരോ ദിവസവും ഉണ്ടാകുന്ന അകൃത്യങ്ങളും ലംഘനങ്ങളുമാണ് ലോകത്തിന്റെ പാപം എന്ന് ഞാൻ ഒരിക്കൽ വായിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഭൂമിയിലെ യാതൊരു യാഗങ്ങൾക്കും കഴിയാതിരുന്നപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങൾക്കും പരിഹാരം കർത്താവ് തരുന്നത്. ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അത് സ്നേഹിത, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. ആ പാപത്തിന് പരിഹാരം വരുത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനാണ്. ഹല്ലേലൂയ. അപ്പം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് എബ്രായ ലേഖനം 9:22 നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സകല പാപങ്ങൾക്കും വില നൽകേണ്ടതുണ്ട്, സകല പാപങ്ങൾക്കും വില നൽകേണ്ടതുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തു അവൻ സകല മാനവരാശിയുടെയും പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവനെ നമുക്ക് മറുവിലയായി കാൽവരി ക്രൂശിൽ നൽകി. അങ്ങനെ സ്വന്തം ജീവൻ തന്ന് അവന്റെ അവസാന തുള്ളി രക്തം വരെയും തന്ന് പാപത്തിന് അധീനമായി ജീവിച്ച എന്നെ നിങ്ങളെ അതിന് വിടുവിച്ച് പാപത്തിന്റെ അല്ലെങ്കിൽ ആ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, യേശു ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്, എൻ്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാനാണ്, എൻ്റെ പാപശുദ്ധീകരണം വരുത്തി എനിക്ക് അതിനാൽ ലഭിക്കുന്ന നിത്യജീവനാണെന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് മോചനവും പാപത്തിൽ നിന്ന് വിടുതലും രക്ഷയും കിട്ടുന്നത്. ആകയാൽ നമ്മുടെ സകല പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായി നാം ചെയ്യേണ്ടത് എന്താണ്? അല്ലെങ്കിൽ സത്യസുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, സത്യസുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയണം. അപ്പം പാപങ്ങളെ ഏറ്റുപറയാൻ ഉള്ള ഏക സ്ഥലം കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വിശ്വാസത്താൽ നമ്മുടെ പാപത്തിന് പരിഹാരം നൽകി അവന്റെ വചനത്തിലൂടെ, അവന്റെ രക്തത്തിലൂടെ, ക്രൂശിലെ മരണത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് ആ പാപത്തിന് പരിഹാരം ലഭ്യമാകുകയും നാം അവന്റെ പുത്രനായി മാറുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു കണക്ക് പറയുമ്പോൾ അവൻ ഇന്നത്തെ പാപവും നാളത്തെ പാപവും മറ്റന്നാളത്തെ പാപവും നാം മരിക്കുന്ന നാൾ വരെയുള്ള സകല പാപങ്ങളും എന്നൊക്കെ പറയുന്നതും ലോകത്തിന്റെ പാപം എന്നാണ് എന്നെ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഹല്ലേലൂയ അനവധി യാഗങ്ങൾ നടന്നിരുന്നു. പക്ഷെ ആ യാഗങ്ങൾ കൊണ്ടൊന്നും മനുഷ്യന് മോചനമില്ലായിരുന്നു. അങ്ങനെ മോചിക്കപ്പെടാതെ കിടന്ന അകൃത്യങ്ങൾ കിടന്ന മനുഷ്യനെയാണ് യേശു തന്റെ ക്രൂശിലെ മരണത്തിലൂടെ വിടുവിക്കപ്പെടുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയില് ലോകത്തിന്റെ പാപം എന്ന് പറയുന്ന ഒരു മഹാശാപം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നാമും അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്നു അനവധി തെറ്റുകുറ്റങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ തെറ്റുകളായി ലോകത്തിന്റെ പാപമായി നമ്മൾ വെളിപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിനെ മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് വന്ന് നാം അവനെ വിശ്വസിച്ച് അവനെ അനുഗമിക്കുമ്പോഴാണ് നമ്മുടെ പാപ ശരീരത്തിൽ നമുക്കൊരു മോചനം കിട്ടുന്നത്, രക്തജയം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇവിടെ നാം നാം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നാം ക്രിസ്തുവിനോട് പറയുക, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, എൻ്റെ ജനനം തൊട്ട് നിറഞ്ഞു നിൽക്കുന്ന സകല
പാപങ്ങൾക്കും പരിഹാരം നൽകുവാൻ അങ്ങേക്ക് കഴിയും. അതുകൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാരം നൽകി ഞാൻ കടന്നു പോകുന്ന ശാപത്തിൽ തന്നെ വിടുവിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. അപ്പം വീണ്ടും ജനനത്തിന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തിനായുള്ള നിയമമുണ്ട്. അതാണ് രക്തം ചൊരിഞ്ഞിട്ടുള്ള വിമോചനമില്ല എന്നുള്ളത്. പഴയ നിയമ കാലഘട്ടത്തിൽ തൻ്റെ പാപം മോചിക്കപ്പെടണമെന്നുള്ളവൻ പാപയാഗ മൃഗത്തിന്മേലുള്ള കൈവയ്പിലൂടെ പാപത്തെ കടത്തിവിട്ട ശേഷം ആ യാഗമൃഗം അവന്റെ പാപങ്ങൾക്കായി മരിക്കേണ്ടിയിരുന്നു. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലും നമ്മുടെ പാപങ്ങൾ മുഴുവൻ കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. ആ പരമയാഗത്തിലൂടെ നമുക്ക് ലഭിച്ചത് പാപമോചനമാണ്. ഹല്ലേലൂയ. ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, ഇന്നത്തെ രീതിയിൽ തന്നെ സകല മാനവജാതിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ സകല പാപങ്ങളും ചുമന്നതിനാൽ നമുക്ക് സ്വതന്ത്രമാക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. നാം സ്വതന്ത്രമാകുക എന്ന് പറയുമ്പോൾ നാം അടിമത്തത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അടിമത്തം എന്ന് പറയുന്നത് പാപത്തിന്റെ അടിമത്തമാണ്. ആ പാപത്തിന്റെ അടിമത്തിൽ മോചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെയാണ്. ഹല്ലേലൂയ. പൂർണ്ണമായി നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ദൃഢമായ ചിന്താഗതികളെ നമ്മൾ പുറത്തു കളയണം. നമ്മുടെ മനസ്സിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്താഗതികൾ നമ്മെ തെറ്റിലേക്ക്, പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വളരുവാൻ കഴിയാതെ, അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയാതെ, സ്വസ്ഥത പ്രാപിക്കാൻ കഴിയാതെ, സന്തോഷിപ്പാൻ കഴിയാതെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ചിന്തകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ പാപചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്തേക്ക് ഓടി വരേണ്ടത് എന്താണ്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് 2026 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് അവൻ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു. ആ രക്തം ചൊരിഞ്ഞെൻ്റെ പാപത്തിന് മോചനം തന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവ് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ആ പാപത്തിൽ നിന്ന് മോചനമുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തവും മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി എന്ന് യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ പറയുന്നവിടെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സകല ലംഘനങ്ങളുടെയും അകൃത്യങ്ങളെയും അല്ലെങ്കിൽ യേശു ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരോടെ, കുടുംബത്തിനകത്ത് അസ്വസ്ഥത, ജീവിതത്തിനകത്ത് അസ്വസ്ഥത, തലമുറയെ കൊണ്ടുള്ള ഭാരങ്ങൾ എല്ലാ വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ലോകത്തിന്റെ പാപം എന്ന് പറയുന്ന അസമാധാനത്തെ അതിനെ നീക്കിക്കളയുവാൻ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുന്നെങ്കിൽ, ആ ക്രൂശിലേക്ക് നീ കടന്നു വരുന്നെങ്കിൽ, ആ പാതാന്തി ഒന്ന് വീഴുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഹൃദയം തുറന്നു നീ യേശുവിനോട് സംസാരിക്കുന്നെങ്കിൽ നിന്റെ പാപത്തിന് പരിഹാരം നൽകി യേശു നിന്നെ സ്വതന്ത്രമാക്കുക തന്നെ ചെയ്യും. മനുഷ്യന് സ്വയം സ്വതന്ത്രമാകാൻ കഴിയത്തില്ല പാപത്തിൽ നിന്ന്. പാപത്തിൽ നമ്മെ സ്വതന്ത്രമാക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇരുളിന്റെ ആധിപത്യങ്ങൾ മാറി, ഇരുളിന്റെ ശക്തികൾ മാറി, നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം വീശുവാൻ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവാണ് നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറിയത്. അവന്റെ പേര് യോഹന്നാൻ പറഞ്ഞു, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതെ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ നിന്റെ ഹൃദയത്തിനകത്ത് നീ നിന്റെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്നെങ്കിൽ, അത് യേശുക്രിസ്തുവിനെ നീ ഏറ്റു പറയുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ആരെങ്കിലും പാപത്താൽ നിറയപ്പെട്ട് സമാധാനമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, കുടുംബം കണ്ണുതിലാണെങ്കിൽ, എന്നോടൊപ്പം പ്രാർത്ഥിച്ച ദൈവം ഒരു വിടുതൽ നൽകാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേൾക്കുന്ന സകല ജനത്തിന്റെയും പാപത്തിന് പരിഹാരം ക്രൂശിലൂടെ യേശു നൽകി തന്നത് ആ പാപ പരിഹാരം സകല ജനത്തിനും കൊടുത്ത് ശുദ്ധീകരിക്കണമേ. അവരുടെ മേലുള്ള എല്ലാ ശാപങ്ങളും, പാപങ്ങളും, രോഗങ്ങളും, ബന്ധനങ്ങളും, അകൃത്യങ്ങളും മാറി ഒരു വലിയ ശുദ്ധീകരണം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ.